ഹലോ, ഹായ്, നമസ്കാരം. ആഹ് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതായത് ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമകളും കാണാറുണ്ട്. അതിപ്പോൾ വയലൻസ് ഉള്ള സിനിമകളായിക്കോട്ടെ, ചിലപ്പോഴൊക്കെ എക്സ്ട്രീം വയലൻസ് ഉള്ള സിനിമകളായിക്കോട്ടെ ഞാൻ കണ്ടിട്ടുണ്ട്. വയലൻസ് മാത്രമല്ല, ബുദ്ധിപരമായിട്ടുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ, ബുദ്ധിപരമായിട്ടൊരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്. അത്തരത്തിലുള്ള ജോൺറേസ് എനിക്കിഷ്ടമാണ്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ വളരെ എൻഗേജിങ് ആയിട്ട് ഞാൻ അത് കാണാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. എങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അത്തരത്തിലുള്ള സിനിമകൾ? ഏത് തരത്തിൽ എൻജോയ് ചെയ്യുന്നു? എനിക്ക് ബുദ്ധിയുണ്ട്, കോമൺ സെൻസ് ഉണ്ട്, ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് ഞാൻ എന്നെക്കുറിച്ച് വിശ്വസിക്കുന്നത്. അത് സിനിമയാണെന്നും അതിലിപ്പോൾ ഒരു ക്രൈം ചെയ്യുന്നത് നായകനായിക്കോട്ടെ വില്ലനായിക്കോട്ടെ അത് ഒരു ആർട്ടിസ്റ്റാണെന്നും ആ ആർട്ടിസ്റ്റ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യുകയാണെന്നും ഉള്ള ഒരു ചിന്താശക്തി നമുക്ക് ആക്ച്വലി ഉണ്ട്. എനിക്കൊരിക്കലും ഒരു സിനിമ കണ്ട് ഇറങ്ങി വന്നിട്ട് എനിക്ക് ആരെയും തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനും അല്ലെങ്കിൽ സിനിമയിൽ കണ്ട പോലെ ഉള്ള ഏത് കാര്യങ്ങളായിക്കോട്ടെ എനിക്ക് അനുകരിക്കാനൊന്നും തോന്നിയിട്ടില്ല. സിനിമ കണ്ടു, അത് അവിടെ വിട്ടു, പിന്നെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അങ്ങ് പോവുകയാണ്. എന്തുകൊണ്ട്? ബിക്കോസ് ഐ എം എ നോർമൽ ഹ്യൂമൻ ബീയിങ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു തരത്തിലും സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെന്നോ, ഒരു തരത്തിലും സിനിമ ഇപ്പോഴുള്ള പിള്ളേരെ അല്ലെങ്കിൽ ആരെ ആയിക്കോട്ടെ വഴിതെറ്റിക്കുന്നില്ല എന്നൊന്നുമല്ല. സിനിമ കുറച്ച് ചെറിയ രീതിയിലെങ്കിലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, പിള്ളേരെ ചെറിയ രീതിയിലെങ്കിലും വഴിതെറ്റിക്കുന്നുണ്ടാവും, ഒക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഒരു സിനിമ കണ്ടിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയിട്ട് ആ രീതിയിലൊക്കെ പോകുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് കംപ്ലീറ്റ്ലി ഈ സിനിമകളെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് അത്തരത്തിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കരുത്, അത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങരുത് എന്ന് പറയുന്നതിലും വല്ല അർത്ഥമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഇപ്പോൾ വയലൻസ് ഉള്ള സിനിമകൾ, ഇപ്പോൾ മാർക്കോ പോലുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യം, ഇപ്പോൾ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു ക്രൈം കമ്മിറ്റ് ചെയ്ത മോഹൻലാൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ആയിക്കോട്ടെ, ശരി, അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാതെ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ കുറയോ അല്ലെങ്കിൽ പിള്ളേർ വഴിതെറ്റുന്ന എൻ്റെ അളവ് കുറയുമോ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങാതിരുന്നാലും ക്രൈം ചെയ്യാൻ ഉള്ള ചിന്ത ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവണതയുള്ള അത്തരത്തിലുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് സിനിമ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർ വേറെ വല്ല രീതിയിലും ഇൻഫ്ലുവൻസ് ആയിട്ട് അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ ചെയ്തിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പം നമുക്കൊരു സിനിമ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല, ചിലർക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങൾ താരതമ്യേന നോക്കിയാൽ മതി. ഇപ്പം ഞാൻ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ അതിൻ്റെ അകത്തൊരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നൊരു കാര്യം കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി സിനിമയെ മാത്രം ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സിനിമ ഇറക്കാതിരുന്നത് കൊണ്ട് ഇതൊന്നും നടക്കാതിരിക്കത്തും ആക്ച്വലി ഇല്ല. മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ സിമ്പതി വേണം, എമ്പതി വേണം, ഭയം വേണം. ഈ മൂന്നും ഇല്ലാത്ത ആളുകൾക്ക് സിനിമ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലെങ്കിലും അവർ കമ്മിറ്റ് ചെയ്യില്ലേ ക്രൈം? ശരി, ഇപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് ഈ വഴിതെറ്റുന്നു എന്ന് പറയുന്നില്ലേ, ആ മാർഗങ്ങൾ സ്വീകരിക്കുകയായിരിക്കും. ഒരാളെ കൊല്ലുന്നു, ബുദ്ധിപരമായിട്ട് കൊല്ലുന്നു, പല രീതിയിൽ കൊല്ലുന്നു. ആ സിനിമയിൽ കണ്ട മാർഗങ്ങൾ ചിലപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല, ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവാം. മാർഗം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ചിന്ത ഉള്ളിൽ സിനിമ ഉണ്ടാക്കുന്നതല്ല. അങ്ങനെ ചെയ്യാൻ, ഒരു ക്രൈം ചെയ്യാനുള്ള ചിന്ത ഉണ്ടാക്കുന്നത് സിനിമയല്ല. ആ ചിന്ത ഓൾറെഡി മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഈ ഇൻഫ്ലുവൻസ് ആവുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. അതൊരു സിനിമ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി, സിനിമയിലുള്ള
മാർഗം ഉപയോഗിച്ചിട്ട് ഒരു ക്രൈം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത്. അപ്പോഴും നിങ്ങളവിടെ മനസ്സിലാക്കണം, സിനിമയല്ല കംപ്ലീറ്റ്ലി പ്രശ്നം. ഇത് കാണാൻ വേണ്ടി പോകുന്ന ചില ആൾക്കാരുടെ മെൻറ്റാലിറ്റി, അവരുടെ ഉള്ളിലുള്ള ചില കുറവുകൾ, ചില ഇഷ്യൂസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിലെ മാർഗങ്ങൾ മാത്രമാണ് അവരെടുക്കുന്നത്. അല്ലാതെ അവരുടെ ഉള്ളിലുള്ള ചിന്തകളെ സിനിമയല്ല ഉണ്ടാക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള ഓൾറെഡി ഉള്ള ചിന്ത അവർ മാർഗങ്ങളായിട്ട് സിനിമയെ ഉപയോഗിച്ചിട്ട് അതുപോലെ ചെയ്യുന്നു. ഇപ്പോൾ ദൃശ്യം ടൈപ്പ് കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റേ ജയസൂര്യയുടെ ഒരു സിനിമ വന്നല്ലോ, ജയസൂര്യല്ല, കുഞ്ചാക്കോ ബോബനും ഇന്ദ്രൻ സേട്ടറൊക്കെ അഭിനയിച്ചൊരു സിനിമ വന്നല്ലോ. ആ ടൈപ്പ് കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതാ പറയുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാരുടെ ചില സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, അതും കൂടി ആക്ച്വലി ഉണ്ട്. അതാണ് ചർച്ച. ഇവിടെ കുറേ ആൾക്കാർ ഭയങ്കര ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പിള്ളേരെ വഴിതെറ്റിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ആന ചേന, വലിയ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഇവരെന്ത് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സിനിമ പിള്ളേരെ വഴിതെറ്റിക്കുന്നു. അപ്പം ഇത് ഇറക്കിക്കഴിഞ്ഞാൽ ഇത് നിൽക്കുമെന്നും കൂടി സംസാരിക്കണം. അതിന് ഡീപ്പായിട്ടുള്ള മാനസികമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കണം. പിള്ളേർ എന്തുകൊണ്ട്, എങ്ങനെ ഈ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്താ, അവർ എങ്ങനെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം സിനിമ കണ്ട് എന്തൊരു സില്ലിയ. ഇപ്പം എന്തെങ്കിലും കണ്ടിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് അത് അനുകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സിനിമ വേണ്ടെന്നേ. അവർക്ക് എന്ത് കണ്ടാലും എന്ത് കാര്യമായിക്കോട്ടെ, അവർ കണ്ടു കഴിഞ്ഞാൽ അത് തുമ്മിത്തെറിക്കണം മൂക്ക്, അവരത് ചെയ്യും. അത് ഒന്നും കാരണമല്ല, അത് ചെറിയ കാരണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണമായിട്ട് വരുന്നത് ഓൾറെഡി മനസ്സിൻ്റെ അകത്ത് ഈ എമ്പതിയില്ലായ്മയും ഭയമില്ലായ്മയും, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ഓൾറെഡി ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, എനിക്കെന്താ ശത്രുക്കളില്ലാത്ത മനുഷ്യനൊന്നുമല്ല. എനിക്ക് ചില ആൾക്കാരെ എനിക്കിഷ്ടമല്ല, ചില ആൾക്കാരെ എനിക്ക് കാണുന്ന തന്നെ വെറുപ്പാണ്. എനിക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവരോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു എന്താ പറയുക, അടുപ്പക്കുറവുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ഞാൻ അവരെ അകറ്റി നിർത്തും എന്നുള്ളതല്ലാതെ അവരെ ഞാനങ്ങ് നാളെ തീർത്ത് കളയും, അല്ലെങ്കിൽ എന്താ പറയുക കൊല്ലും ഞാൻ ഈ രീതിയിൽ. എനിക്ക് അങ്ങനെയുള്ള മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാനിങ് ഒന്നും എൻ്റെ മനസ്സിൻ്റെ അകത്ത് നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താ ഓൾറെഡി അത്തരത്തിലുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അത്തരത്തിലുള്ള ചിന്ത വരാൻ സാധ്യതയില്ല. ബിക്കോസ് ബേസിക്കലി നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ വരാത്തതുകൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ച് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓൾറെഡി ആളോട് ഉപദ്രവം ചെയ്യണം, എനിക്ക് ഭയങ്കരമായൊരു പകയുണ്ട് എന്നുണ്ടെങ്കിൽ, കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്ക് യഥാർത്ഥത്തിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഞാൻ ചിലപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ രീതിയിൽ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആകുമല്ല, ആ സിനിമയിൽ എങ്ങനെയാണോ ആ രീതിയിൽ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ കൊണ്ട് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ സിനിമയെ ബ്ലെയിം ചെയ്തിട്ട് അർത്ഥമില്ല. മനസ്സിലായ? സിനിമ കണ്ടിട്ട് ഇപ്പോൾ പലരും അനുകരിക്കും. എന്താ പറയുക, ഇപ്പോൾ അനുകരിക്കാവുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വസ്ത്രം, ഷൂവ്, അല്ലെങ്കിൽ ചില സാധനങ്ങൾ, ഫണ്ണി ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അനുകരിക്കും വീടും ഉള്ള പരിപാടികളൊക്കെ. അല്ലാതെ ഈ ഒരാളെ കൊല്ലുന്നും കൊലപാതകം നടത്തുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ബോധം വിവരവും നോർമലായിട്ടുള്ള, ഐ ആം യൂസിങ് ദ ടേം നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ഒരിക്കലും ഒരു സിനിമ കണ്ടിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകരോട് പറയുകയാണ്, പലതരത്തിലുള്ള പ്രേക്ഷകർ കാണുമല്ലോ, നിങ്ങൾക്കൊരു സിനിമ കണ്ടിട്ട് ഒരാളെ തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് എന്ന് തന്നെയല്ല, നിങ്ങളിപ്പോൾ സിനിമ കാണാത്ത മനുഷ്യനാണെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കൊല്ലാനുള്ളൊരു തോന്നൽ വരുന്നു, ഇല്ലാതാക്കാനുള്ളൊരു തോന്നൽ വരുന്നു, ഉപദ്രവിക്കാനുള്ളൊരു തോന്നൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ യു ആർ അറ്റ് റിസ്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വലിയൊരു റിസ്ക്കിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ട പ്രിക്കോഷൻ എടുക്കണം. നിങ്ങൾക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. മാനസികമായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ മാനസികമായിട്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ആണ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്. നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയണം, എനിക്ക് ഇങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്, എനിക്കിഷ്ടമല്ലാത്ത ആളുകളെ അല്ലെങ്കിൽ എനിക്ക് ഉപദ്രവം ചെയ്ത ആളുകളെ തിരിച്ച് എനിക്ക് കൊല്ലാനുള്ള വിരോധം എനിക്കുണ്ട്, എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് കൗൺസിലിംഗ് വേണം, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം
എന്നുള്ളൊരു കാര്യം നിങ്ങൾ പോയി പറയണം, നിങ്ങളിതിൻ്റെ ചികിത്സ എടുക്കണം. പക്ഷേ ഈ കൊല്ലാനും തല്ലാനും ഒക്കെ എന്താ പറയുക, തോട്ടമുള്ള ആളുകൾക്ക് ഒരിക്കലും സൈക്കോളജിസ്റ്റിനെ കാണാനോ കൗൺസിലിംഗ് എടുക്കാനോ ഒന്നും തോന്നത്തില്ല. കാരണം അത്തരത്തിലുള്ള തോട്ടമുള്ള ആളുകൾ വേറെ മൂഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ, ഈ പറഞ്ഞ ടെൻഡൻസി ഉള്ള ആളുകളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, മണത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളത് സില്ലിയായിട്ട് വിടരുത്. മനസ്സിലായ? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരാളെ കൊല്ലണം എന്നുള്ള തോട്ട് വരുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ അടുത്ത് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ കൈയും കാലും കെട്ടിയിട്ടിട്ട് നിങ്ങൾ നേരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണിക്കുക. അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് അവനവന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷെ കൂടുതൽ കേസസിലും അവനവന് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലത് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇവിടെ സിനിമ കണ്ടിട്ട്, സീരിയൽ കണ്ടിട്ട്, മറ്റത് കണ്ടിട്ട്, മറിച്ചത് കണ്ടിട്ട് ഇവിടെ പിള്ളേർ വഴിതിട്ട് എന്നൊക്കെ പറയുന്നത് സില്ലി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. അത് പറഞ്ഞ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറക്കാതിരിക്കുന്ന സാഹചര്യം ഭാവിയിൽ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു യൂസും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. സിനിമ ഇറങ്ങിയില്ലെങ്കിലും ഈ മനോഭാവമുള്ള ആൾക്കാർ സിനിമയല്ല എങ്കിൽ മറ്റൊരു മാർഗം ഉപയോഗിച്ചിട്ട് ഒരു ക്രൈം അവർ കമ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പം തന്നെ അതാ വേറൊരു വാർത്ത ഞാൻ കണ്ടു. എന്താ പറയുക, ട്യൂഷൻ സെൻറ്ററിൻ്റെ മുമ്പിൽ കൂട്ടയടിക്കിടയിൽ ഒരു പയ്യൻ, 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കണ പയ്യൻ മരണപ്പെട്ടു. അതൊരു കൊലപാതകമാണ്. ഒരു കൊലപാതകമാണ്. അത് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം അത് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്ത ആൾക്കാരെ തൂക്കിയെടുത്ത് ഉള്ളിലിടുക എന്നുള്ളൊരു ഓപ്ഷനാണ് ആക്ച്വലി ഉള്ളത്. പക്ഷെ ഇതൊക്കെ മുളയിൽ നുള്ളേണ്ട ചില കാര്യങ്ങളാണ്. അതിന് സിനിമയല്ല കുറ്റം പറയേണ്ടത്. ഇവിടുത്തെ നിയമം എങ്ങനെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു മാറ്ററാണ്. ഇപ്പോൾ ആ കൊലപാതകം നടത്തുന്ന അല്ലെങ്കിൽ എന്തോ വാട്സാപ്പ് ചാറ്റും ഒക്കെ പുറത്തു വന്നതാണല്ലോ. അതിലവർ പറയുന്നത് എന്താണ്, ഇത് കൂട്ടത്തല്ലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കേസൊക്കെ തള്ളിപ്പോവും, ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വീമ്പായിട്ട് ഈ കൊന്നതിനെ കുറിച്ചിട്ടൊക്കെ വലിയ വീമ്പായിട്ടൊക്കെ സംസാരിക്കുന്ന, തല്ലിനെ കുറിച്ചിട്ടൊക്കെ വീമ്പായി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഉണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ എന്തോ വലിയ സംഭവമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പം ഇവിടെ സിനിമയെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിന് പകരം എന്താ പറയുക, മറ്റേ ഇപ്പുറത്തുള്ള ഈ ഇവിടുത്തെ നിയമത്തെ എന്തുകൊണ്ട് ആളുകൾക്ക് ഭയമില്ല, അല്ലെങ്കിൽ നിയമഭയമില്ലാതെ നിയമം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ നിയമത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് പലരും പല ക്രൈമും ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടറും കൂടി ആക്ച്വലി ഉണ്ട്. മനസ്സിലായോ? നിയമത്തെ വകവെക്കാതെ, കാരണം രക്ഷപ്പെട്ടു പോരാം, എന്താണ് അധികം ഒന്നും കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ചിന്ത ഇവർക്കൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പം ആ ഒരു ധൈര്യം കൂടി ആക്ച്വലി ഉണ്ട് ഈ ആളുകൾക്ക്. അപ്പം അതും ഒരു റീസണാണ് ഇവിടെ പല ക്രൈമും നടക്കാൻ എന്നുള്ളത് പറയേണ്ടി വരും. അതിൽ തെറ്റുണ്ടോ? സത്യമല്ലേ പറഞ്ഞത്? അപ്പം അതും കൂടി കാണാം. അല്ലാണ്ട് സിനിമ പറഞ്ഞ സിനിമയുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പുറത്ത് ഈ ലെവലിൽ നടക്കുന്നുണ്ട്. പലരും ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്നും സിമ്പതിയില്ല, എമ്പതിയില്ല, ഒരു പുല്ലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അവർക്കാണെങ്കിൽ ഒടുക്കത്തെ ധൈര്യമായിരിക്കും. ഈ ധൈര്യം എന്ന് പറയുന്ന സമയത്ത് ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള ധൈര്യം, പിന്നെ നിയമത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിയമത്തെ ഭയമില്ല, ധൈര്യമുണ്ട് നിയമത്തെ നേരിടാൻ. കാരണം നിയമത്തെക്കുറിച്ച് വിചാരിക്കുന്നത് സിമ്പിളാണ്, കേസാവില്ല, തള്ളിപ്പോവും, അത് പതിയും കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ മാറേണ്ട കാര്യങ്ങൾ മാറണം, തീരുമാനമാവേണ്ട കാര്യങ്ങൾ തീരുമാനമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് സിനിമയുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോയിട്ട് മാത്രം യാതൊരു കാര്യമില്ല. ഇത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.